ഞാൻ സൂചിപ്പിച്ചതുപോലെ പേര് സുരേഷ്. എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനപ്രതിയായിരുന്നു. 2000 മുതൽ ആറ്റിങ്ങൽ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2011 കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് നന്നായി തോറ്റയാളാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ് യഥാർത്ഥത്തിൽ. എന്നാൽ ഈ ബിസിനസ്സുമായി 2000 മുതൽ എനിക്ക് ഈ ബിസിനസ്സുമായി ബന്ധമുണ്ട്. ഞാനിതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇതിന് അംഗമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. നമ്മളെല്ലാം ജീവിക്കണമെങ്കിൽ ഒരു ജോലി ചെയ്യണം, ഇല്ലേ? നമുക്ക് ജോലിയില്ലാതെ ഭൂമിയിൽ ഒരാളിനും എന്ന് പറഞ്ഞാൽ ജീവിക്കാനാവില്ല. ശരിയല്ലേ സാറേ? ആ, ഭൂമിയിൽ ഒരാൾ മാത്രമേ ജോലി ചെയ്യാതെ ജീവിക്കുന്നുള്ളൂ. ഒരാൾ മാത്രമാണ്. അതാണ് അൻവർ സാർ ഇവിടെ നിന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന് ജോലിയില്ല. അദ്ദേഹം ജനിച്ചിട്ട് ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. ഇതുവരെ ജോലി ചെയ്തിട്ടില്ല. 18ാമത്തെ വയസ്സിലധികം പിയർലെസ്സിൽ അംഗമായി. പിയർലെസ് കേട്ടിട്ടുണ്ടോ? പിയർലെസ് എന്ന് പറയുന്ന കമ്പനിയിൽ അംഗമായി 18ാമത്തെ വയസ്സിൽ. അന്ന് മുതൽ ഇന്ന് വരെ നെറ്റ്വർക്കേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെറ്റ്വർക്ക് ചെയ്താലും ജീവിക്കാമെന്നാണ് എൻ്റെ അർത്ഥം. ഇന്നത്തെ കാലത്ത് ജോലി ഒരു വിഷയമൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് അല്ലേ, എന്ത് കോക്കറി കാണിച്ചാലും പൈസ കിട്ടുന്ന കാലമാണ്. 4 മിനിറ്റ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്താൽ 50,000 കിട്ടുന്ന കാലമാണ് അല്ലേ? പള്ളിക്കൂടത്തിൽ പഠിക്കുന്നു. 50,000 രൂപ 4 മിനിറ്റ് കൊണ്ട് വാങ്ങുന്നില്ല. പിള്ളേർ വാങ്ങുന്നില്ലേ? ഇല്ലേ? അവര് പഠിക്കണമെന്നൊന്നുമില്ലല്ലോ. പാട്ട് പാടിയാൽ കോടികൾ ഇന്ന് കിട്ടും, ഫ്ലാറ്റും കിട്ടും. ശരിയല്ലേ? എന്ത് കോപ്രായം കാണിച്ചാലും പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോ എന്താണ് ഈ ബിസിനസ്? അതിലൂടെ സൂചിപ്പിച്ചു. ഇത് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ബൈബിളിലൊരു വചനം നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കൂ, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം. ഇത് ബൈബിളിലൊരു വചനമാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കൂ, നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം. ഇവിടെ നിങ്ങൾക്കും ധാരാളം ആളുകളെ സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ എന്താ പറയുക, അതാണ് മറ്റുള്ള മാർക്കറ്റിങ്ങിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് പണം ആവശ്യമില്ല. ബാങ്ക് ലോൺ എടുക്കണ്ട, പറമ്പ് വിൽക്കണ്ട, മനസ്സിലായില്ലേ? സ്വർണം വിൽക്കണ്ട. അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. 2,500 രൂപ സാറിന് പറഞ്ഞു ഇല്ലേ? 4 ബിരിയാണിക്ക് 2,500 രൂപ. ശരിയല്ലേ? ശരിയല്ലേ? ആ, അപ്പോ അതുകൊണ്ടൊരു ബിസിനസ് ആരംഭിക്കാം. അതുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് എന്ത് വേണം? നമ്മുടെ എഫേർട്ട് കൂടി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ എഫേർട്ടാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നന്നായി ഇത് പഠിക്കണം. ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏജ്ഡാണ് അല്ലേ സാറേ? പ്രായമുള്ളവരാണ് അല്ലേ? ആ, അല്ലാത്തവർ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. മക്കളില്ലേ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്. ഫാമിലിയിലില്ലേ? ഇല്ലേ? അവർ ജോലി അന്വേഷിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ലേ? പോയിട്ടില്ലേ? അവരെല്ലാം പോകുന്നത് എന്തിനാ? പണം ഉണ്ടാക്കാനാണല്ലോ. വിദേശ രാജ്യത്ത് പോകുന്നതും ജോലി അന്വേഷിച്ച് പോകുന്നു, ഇല്ലേ? പക്ഷെ എന്തുകൊണ്ട് അവർ ഈ മേഖലയിലേക്ക് വരുന്നില്ല? സിമ്പിൾ അല്ലേ? ഇവിടെ 2,500 രൂപ മുടക്കുക, നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവരോട് പറയുക. ഒരു നന്മയായ കാര്യമല്ലേ പറയുന്നത്? ആണോ? എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞു. ഏതാ? യാഡിഫൈ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും ഒരാൾ സ്ട്രോക്ക് വന്നു
കഴിഞ്ഞ 4-5 കൊല്ലമായി സ്ട്രോക്ക് വന്ന് എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. ആ സ്ട്രോക്ക് വന്ന ആളിന് ചിലപ്പോൾ കൈ അനക്കാൻ സാധിക്കില്ല. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞത് അനങ്ങും, പക്ഷെ വായുടെ അടുത്തേക്ക് കൈ വരില്ല. ശരിയല്ലേ? സത്യമല്ലേ? ചിലർക്ക് നടക്കാൻ കഴിയില്ല, കാല് വീച്ചു വെച്ച് നടക്കാൻ പറ്റും. ചിലർക്ക് സംസാരിച്ചാൽ അക്ഷരം തിരിയില്ല. ശരിയാണ്. നിങ്ങൾ ആ ആളിന് 3 മാസക്കാലം ഈ യാഡിഫൈൻ ഒന്ന് കഴിക്കാൻ പറയണം. യാഡിഫൈൻ ആ പ്രോഡക്റ്റിന്റെ പേരാണ് യാഡിഫൈൻ. 3 മാസക്കാലം കഴിക്കാൻ പറയണം. 30 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചെക്ക് ചെയ്യാൻ പറയണം. അപ്പൊ ചെക്ക് ചെയ്യാൻ പറയണ്ട, ചെക്കപ്പ് വേണ്ട. 30 ദിവസം കഴിയുമ്പോൾ അയാൾ പറയും, എനിക്ക് ഇപ്പൊ പിടിച്ചിട്ട് പിടി ബലക്കുന്നതായി തോന്നുന്നു. 30 ദിവസം എന്ന് പറയും. ഒരു സംശയം വേണ്ട, ഒറ്റ സംശയം വേണ്ട കാര്യത്തിൽ. ഞാൻ പിടിച്ചിട്ട് ഇതുവരെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയും. ഇപ്പൊ എനിക്ക് പിടിച്ചപ്പോ പിടിച്ചതായി തോന്നുന്നു എന്ന് പറയും. വെറും 30 ദിവസം കൊണ്ടാ. 3, 4, 5 കൊല്ലമായി കിടപ്പിലായ ഒരാളിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 60 ദിവസം കഴിയുമ്പോൾ അയാൾ പറയും, നല്ല മാറ്റം കാണുന്നു കേട്ടോ. 90ാമത്തെ ദിവസത്തിൽ കഴിയുമ്പോൾ 6 മാസത്തിനകത്ത് ഇതുവരെ സ്വന്തം മുണ്ട് അഴിച്ചൊടുക്കാൻ കഴിയാത്തവൻ സ്വന്തമായി മുണ്ട് അഴിച്ചൊടുക്കുന്ന ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന അവന്റെ വസ്ത്രം അവനെടുക്കണമെന്നാണ്. ശരിയല്ലേ? മറ്റൊരാൾ സഹായം എപ്പോഴും വിളിക്കാൻ പാടില്ലേ? 1-2 പ്രാവശ്യം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ സഹായിക്കും. പിന്നെ 4 പ്രാവശ്യം വിളിച്ചാലേ അവർ ചെല്ലുള്ളൂ. കാരണം അവരും എൻഗേജ്ഡാണ്. വീട്ടു ജോലിയും കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വിളിച്ചെല്ലണമെന്നില്ല. സ്വയം ഒന്ന് ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും എന്താ പറഞ്ഞ ഭാഗ്യമല്ലേ? കോടികൾ തലക്കേ ഉണ്ടെങ്കിൽ പോലും അതിന് സഹായിക്കുന്ന, അതിനു വേണ്ടി കണ്ടെത്തിയ, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സയന്റിസ്റ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംഭാവനയാണ് യാഡിഫൈൻ. ഇത് നിങ്ങൾ അറിയാതെ പോയാൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നമ്മൾ അറിഞ്ഞ കാര്യം ഒരാളിനത് ഉപകാരപ്രദമാകുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയാതിരിക്കണം? നിങ്ങളതിനെ അത് മനസ്സിൽ വെച്ചേക്കുന്നത്. നിങ്ങളിത് നാട്ടിലെ ജനങ്ങളോട് പറയണം. എന്തിനാണ് ഈ പ്രോഡക്റ്റ്, ഈ സയന്റിസ്റ്റ്, ഈ കമ്പനി വഴി മാർക്കറ്റ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ രണ്ടാമതായി അറിയേണ്ടത്. അദ്ദേഹം ആദ്യം കണ്ടെത്തിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഫ്രൂട്ട് ഫ്ലോ എന്നാണ് പേര്. ആ കമ്പനി UK ഒരു ഫാർമസ്യൂട്ടിക് കമ്പനിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്.